മൂന്ന് തരത്തിലുള്ള മാർക്കറ്റാണുള്ളത്. ഒന്ന് പോസിറ്റീവ് മാർക്കറ്റ്, രണ്ടാമത്തെ നെഗറ്റീവ് മാർക്കറ്റ്, മൂന്നാമത്തെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ്. നിങ്ങൾ ഏത് മാർക്കറ്റ് ട്രേഡ് ചെയ്യാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ബുള്ളിഷ് മാർക്കറ്റിലാണോ, അല്ലെങ്കിൽ എന്താ പറയാ ബേരിഷ് മാർക്കറ്റിലാണോ, അതല്ല റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണോ? എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബുള്ളിഷ് ആണെങ്കിൽ ബി എന്ന് ടൈപ്പ് ചെയ്യുക, ബേരിഷ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുക, അതല്ല റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ ആർ എന്ന് ടൈപ്പ് ചെയ്യുക. ബുള്ളിഷ് 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 ബുള്ളിഷ്. സോ നെഗറ്റീവ് മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബുള്ളിഷ് ആണ്. നെഗറ്റീവ് മാർക്കറ്റ് നമുക്ക് പണം ഉണ്ടാക്കണ്ടേ? യെസ് ഓർ നോ? മാർക്കറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബുള്ളിഷ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് പൈസ ഉണ്ടാക്കണ്ടേ? മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കണ്ടേ? നമുക്ക് എവിടെയും ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണോ, അവിടെ നമുക്ക് ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. യെസ്. മാർക്കറ്റ് നെഗറ്റീവ് ആണോ, മാർക്കറ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണോ, അവിടെയും നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് രണ്ട് ടീമിന്റെയും ക്യാപ്റ്റന്മാർ പിച്ചിനെ പറ്റി സ്റ്റഡി നടത്തുന്നത് കാണുന്നുണ്ടോ? സോ അവരിറങ്ങുന്നു, പിച്ചിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നു, അതിനുശേഷം അവർ തീരുമാനിക്കുന്നു ബോളിംഗ് പിച്ചാണോ അല്ല ബാറ്റിംഗ് പിച്ചാണോ. നമ്മളാണ് ടീമിന്റെ ക്യാപ്റ്റൻ എങ്കിൽ നമുക്ക് ടോസ് കിട്ടിയാൽ പിച്ച് നമ്മൾ സ്റ്റഡി നടത്തി ഒരു ബാറ്റിംഗ് പിച്ചാണ്, നമ്മൾ എന്താ തീരുമാനിക്കുക? എനിക്ക് ടോസ് കിട്ടിയ ബാറ്റിംഗ് പിച്ചിൽ ഒബ്വിയസ്ലി ഞാൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. അതേപോലെ മാർക്കറ്റിനെ പറ്റിയുള്ള പ്രൈമറി ആയിട്ടുള്ള സ്റ്റഡിയാണ് ട്രെൻഡിനെ പറ്റിയുള്ള പഠിത്തം. പോസിറ്റീവ് ബുള്ളിഷ് മാർക്കറ്റ് ആണോ, ബെയറിഷ് മാർക്കറ്റ് ആണോ, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണോ. അതിനുശേഷം അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനെ പറ്റി പറയാം.